ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് MS-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മാത്സ് ടോപ്പിക്ക് പഠിച്ചാലോ? മാത്സിലെ അംശബന്ധവും അനുപാതം അല്ലെങ്കിൽ റേഷ്യോ പ്രൊപ്പോർഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു 5 ടൈപ്പാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റേഷ്യോ പ്രൊപ്പോർഷൻ്റെ പാർട്ട് 1 മാത്രമാണിത്. വരും ദിവസങ്ങളിൽ മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണേ. അപ്പോൾ എന്താണ് അംശബന്ധം അറിയുമോ? എന്തായാലും അംശബന്ധം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരേ യൂണിറ്റിലുള്ള 2 അളവുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതിനാണ് റേഷ്യോ പ്രൊപ്പോർഷൻ, അതായത് അംശബന്ധവും അനുപാതവും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരേ യൂണിറ്റിലുള്ള 2 അളവുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അംശബന്ധം എന്ന് പറയുന്നത്. ഇതാണ് അംശബന്ധം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്പ് 1 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാണ് 3000 രൂപ 2:3 എന്ന അംശബന്ധത്തിൽ അരുണിനും ചിത്രയ്ക്കും വീതിച്ചു നൽകിയാൽ അരുണിൻ്റെ വിഹിതം എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കെന്തായാലും ഓപ്ഷൻ കൂടെ ഉണ്ട്. ഓപ്ഷൻ നിങ്ങൾ നോക്കുക. ആൻസർ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്കെന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയില്ലേ? നമുക്ക് ആൻസർ നോക്കാം. 3000 രൂപ 2:3 എന്ന അനുപാതത്തിൽ അരുണിനും ചിത്രയ്ക്കും വീതിച്ചു നൽകി. അതിൽ അരുണിൻ്റെ വിഹിതമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം എത്ര രൂപയാണുള്ളത്? 3000 രൂപ. അപ്പോൾ 3000 ഇൻറ്റു അരുണിനും ചിത്രയ്ക്കും. അപ്പം അരുണിൻ്റെ റേഷ്യോ എത്രയാണ്? 2 മൊത്തം റേഷ്യോ എന്ന് പറയുന്നത് ഈ 2:3 ആണല്ലോ. അപ്പം നമ്മൾ അതിനെ ആഡ് ചെയ്യും. 2:3. അപ്പോൾ 5. 3000 ഇൻറ്റു 2/5. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അരുണിൻ്റെ വിഹിതം ലഭിക്കും. അപ്പോൾ ആൻസർ എത്രയാണ്? 1200. ഇതാണ് റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് എന്തായാലും ഇതേ മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ടൈപ്പ് 1 വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4500 രൂപ 4:5 എന്ന അംശബന്ധത്തിൽ എയ്ക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എയുടെ വിഹിതം എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നോക്കുക. ആൻസർ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയില്ലേ? 4500 രൂപ 4:5 എന്ന അംശബന്ധത്തിൽ എയ്ക്കും ബിക്കും വീതിച്ചു കൊടുത്തു. എങ്കിൽ എയുടെ വിഹിതം എന്ത്? അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 4500 രൂപ. കണ്ടുപിടിക്കേണ്ടത് എയുടെ വിഹിതമാണ്. അങ്ങനെയെങ്കിൽ 4 ടോട്ടൽ എന്ന് പറയുന്നത് 4 + 5 9. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എയുടെ വിഹിതം ലഭിക്കും. 2000 എന്ന് നമുക്ക് ലഭിക്കും. ഇതാണ് എയുടെ വിഹിതം. ടൈപ്പ് 1 എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടൈപ്പ് 2 നമുക്ക് നോക്കാം. ടൈപ്പ് 2 ക്വസ്റ്റ്യൻ മോഡൽ നോക്കുന്നതിന് മുന്ന് നമുക്ക് കുറച്ച് ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഒരു 2-3 ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഇപ്പം നമുക്ക് A⁻B തന്നിട്ട്
അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? അങ്ങനെയുള്ള കുറച്ച് ഫോർമുലാസ് പഠിക്കാനുണ്ട്. എ ഈസ്റ്റ് ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എ സ്ക്വയർ ഈസ്റ്റു ബി സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെ എ ഈസ്റ്റു ബിയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എ ക്യൂബ് ഈസ്റ്റു ബി ക്യൂബ് ആയിരിക്കും. എ ഈസ്റ്റു ബിയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ ഈസ്റ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബി ആയിരിക്കും. അതുപോലെ തന്നെ എ ഈസ്റ്റു ബിയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് എ ഈസ്റ്റു ക്യൂബിക് റൂട്ട് ബി ആയിരിക്കും. ഈ ഫോർമുലാസ് പഠിക്കുക. ഈ ഫോർമുല വെച്ചിട്ടുള്ളതാണ് അടുത്ത മോഡൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ചതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്പ് 2-ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5:6 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണ്? 5:6 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ നോക്കുക. നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയില്ലേ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 5:6 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണ്? നമ്മൾ പഠിച്ചു എ ഈസ്റ്റു ബി, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ സ്ക്വയർ ഈസ്റ്റു ബി സ്ക്വയർ. ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 5:6 അല്ലേ? അപ്പോൾ 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36. ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. എ ഈസ്റ്റു ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് എ സ്ക്വയർ ഈസ്റ്റു ബി സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 25:36 ആയിരിക്കും. ഇതേ മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 4:7 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ത്? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ തന്നെയാണ്. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയില്ലേ? എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. 4:7 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്കറിയാം അല്ലേ, എ ഈസ്റ്റു ബിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ സ്ക്വയർ ഈസ്റ്റു ബി സ്ക്വയർ. അപ്പോൾ 4:7 16:49. ഇതാണ് 4:7 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത മോഡൽ നോക്കാം. ടൈപ്പ് 3 ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 36:16 എന്ന റേഷ്യോയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണ്? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയില്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടത്? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. എ ഈസ്റ്റു ബിയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ ഈസ്റ്റു ബി, അതിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ ഈസ്റ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബി ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് 36:16 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 36ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 6 അല്ലേ? 16ൻ്റെയോ 4. അപ്പം ആൻസർ എന്ന് പറയുന്നത് 6:4 എന്നുള്ളതാണ് ആൻസർ. ഇതേ മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. ടൈപ്പ് 3-ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 49:64 എന്ന റേഷ്യോയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്.
നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയില്ലേ, 49:64 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? A:B. അതിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് √A:√B. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 49:64 അപ്പോൾ അതിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 7:8. ഇതിൻ്റെയൊക്കെ സ്ക്വയർ റൂട്ട് നിങ്ങൾക്ക് അറിയുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 49:64 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 7:8 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. 4ാമത്തെ ടൈപ്പാണ്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2:3 എന്ന റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. ആൻസർ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്കെന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു അല്ലേ, 2:3 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണ്? നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക. A:B ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് A⁴B³ ആയിരിക്കും അല്ലേ. അപ്പോൾ 2:3 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ് 2:3. അപ്പോൾ അതിൻ്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2³ 3³. അപ്പോൾ 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27. ഇതായിരിക്കും നമ്മുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേ മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ടൈപ്പ് 4 വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 3:5 എന്ന റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3:5 എന്ന റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണ് അല്ലേ? നമുക്കറിയാം ട്രിപ്ലിക്കേറ്റ് റേഷ്യോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക. A:B ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് A⁵B³ അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 3:5 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3³ 3ൻ്റെ ക്യൂബ് എത്രയാണ്? 27 അല്ലേ. 5ൻ്റെ ക്യൂബോ 125. അപ്പോൾ 3:5 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 27:125 ആയിരിക്കും. അടുത്ത മോഡൽ നമുക്ക് നോക്കാം. അടുത്തത് 5ാമത്തെ മോഡലാണ്. 5ാമത്തെ ടൈപ്പിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 27:64 എന്ന റേഷ്യോയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ത്? സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 27:64 സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ് എന്ന് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചു A:B സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. A:B അതിൻ്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ⁵A⁵B ആയിരിക്കും അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ 27:64 ആണ്. ⁵64. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? 27ൻ്റെ ക്യൂബിക് റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. 64ൻ്റെ ക്യൂബിക് റൂട്ടോ 4 ആണ്. അപ്പം ആൻസർ എന്ന് പറയുന്നത് 3:4 ആയിരിക്കും. ഇതേ മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. 5ാമത്തെ ടൈപ്പിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8:64 എന്ന റേഷ്യോയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര?
8:64 സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 8:64 സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു A:Bയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് ഓഫ് A ക്യൂബിക് റൂട്ട് ഓഫ് B ആയിരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 8:64 ആണ്. അപ്പോൾ അതിൻ്റെ ക്യൂബിക് റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? അതാണ് ആൻസർ എന്ന് പറയുന്നത്. ക്യൂബിക് റൂട്ട് ഓഫ് 8 ക്യൂബിക് റൂട്ട് ഓഫ് 64. ക്യൂബിക് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് എത്രയാണ്? 2 അല്ലേ? 64ൻ്റെയോ 4. അപ്പം 2:4 ആയിരിക്കും 8:64 സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ക്ലാസ് ഫുള്ള് കാണുക. വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കി ടൈപ്സ് കൂടെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.